അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അറബിക് ഗ്രാമറിന്റെ 47-ാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അന്നഹുൽ വാളിഹ്. അലാമാത്തു തഅനീസി ഫിൽ അസ്മാഇ. നാമങ്ങളിലെ സ്ത്രീലിംഗ ചിഹ്നങ്ങൾ. അലാമാത്തു തഅനീസി ഫിൽ അസ്മാഇ. നാമങ്ങളിലെ സ്ത്രീലിംഗ അടയാളങ്ങൾ. ഖായിദയിലേക്ക് നമുക്ക് കടക്കാം. അലാമാത്തു തഅനീസിൽ അസ്മാഇ സലാസുൻ തത്തസിലു ബി ആഖിറിൽ അസ്മാ. ഇസ്മുകളുടെ അവസാനത്തിൽ ചേർന്ന് വരുന്ന സ്ത്രീലിംഗ സൂചക ചിഹ്നങ്ങൾ 3 വഹിയ അവ താഉൻ മുതഹദ്ദിക അവ ഹർക്കത്തുള്ള താഅ്. താഉൻ മുതഹദ്ദിക ഹർക്കത്ത് നൽകപ്പെട്ട താഅ്. ഔ അലിഫുൻ മഖ്സൂറ ഹ്രസ്വമായ അലിഫ്. ഔ അലിഫുൻ മംദൂദ ദീർഘമായ അലിഫ്. അലിഫുൻ മംദൂദ എന്നിവയാണ് ഇസ്മുകളുടെ അവസാനത്തിൽ ചേർന്ന് വരുന്ന സ്ത്രീലിംഗ സൂചക ചിഹ്നങ്ങൾ 3 അവ ഹർക്കത്തുള്ള താഅ് താഉൻ മുതഹദ്ദിക എന്നോ, ഹ്രസ്വമായ അലിഫ് അലിഫുൻ മഖ്സൂറ അല്ലെങ്കിൽ ദീർഘമായ അലിഫ് അലിഫുൻ മംദൂദ എന്നിവയാണ്. ഖദ് യകൂനുൽ ഇസ്മു ഉൽ മുഅന്നസു ഖാലിയൻ മിൻ അലാമാത്തി തഅനീസി. എന്നാൽ ചിലപ്പോൾ സ്ത്രീലിംഗ സൂചനകളൊന്നും തന്നെ ഇല്ലാതെയും സ്ത്രീലിംഗ നാമം ഉണ്ടാകാം. ഈ 3 സ്ത്രീലിംഗ സൂചനകളൊന്നുമില്ലാതെ താഉൽ മുതഹദ്ദികയോ അലിഫുൻ മഖ്സൂറയോ അലിഫുൻ മംദൂദയോ ഒന്നും ചേർന്ന് വരാതെയും സ്ത്രീലിംഗ നാമങ്ങൾ ഉണ്ടാകാം. ഉദാഹരണങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും. ആദ്യത്തെ 4 ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 1. തുഹ്സിനു ഖദീജത്തു അത്വഹിയ. 2. നജഹത്തിൽ മുജ്തഹിദത്തു. 3. തർഖുസു അദ്ദുബ്ബത്തു. 4. റഖദത്തി ദജാജത്തു. തുഹ്സിനു ഖദീജത്തു അത്വഹിയ. ഖദീജ കുക്കിംഗ് വളരെ നന്നായി നിർവഹിക്കുന്നു. നജഹത്തിൽ മുജ്തഹിദത്തു പരിശ്രമശാലിനി വിജയിച്ചു. തർഖുസു അദ്ദുബ്ബത്തു കരടി ഡാൻസ് കളിക്കുന്നു. റഖദത്തി ദജാജത്തു പിടക്കോഴി ഉറങ്ങി. തുഹ്സിനു എന്നുള്ളത് മുളാരിയായ ഫിഅലാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ 3-ാം ഉദാഹരണത്തിലെ തർഖുസു എന്നുള്ളതും. ഇതിന്റെ ആരംഭത്തിൽ വന്ന താഅ് നാം ഫിഅലുകളുടെ മുളാരിയായ ഫീലിന്റെ ആരംഭത്തിൽ വരുന്ന താഅ് ഫീലുകളുടെ തഅനീസിന്റെ ചിഹ്നമാണ് എന്ന് കഴിഞ്ഞ പാഠത്തിൽ നാം പഠിച്ചിട്ടുണ്ട്. അതുപോലെ നജഹത്ത്, റഖദത്ത് ഈ 2 മാളിയായ ഫിഅലിന്റെ അവസാനത്തിലുള്ള താഉം ഫിഅലുകളിലെ മാളിയായ ഫീലിലെ സ്ത്രീലിംഗ സൂചന താ ആണ് എന്ന് നാം കഴിഞ്ഞ പാഠത്തിൽ നാം പഠിച്ചു. ഈ 4 ഉദാഹരണങ്ങളിലെ ഫാഇല് നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അഥവാ ഖദീജത്തു, മുജ്തഹിദത്തു, ദുബ്ബത്തു, ദജാജത്തു ഇവയുടെ എല്ലാം അവസാനത്തിൽ ഒരു കെട്ടുള്ള താ ഉണ്ട്. ഹർക്കത്ത് നൽകപ്പെട്ട കെട്ടുള്ള താ ഉണ്ട്. ഖദീജ തു, ആ തു. മുജ്തഹിദത്തുവിലെ തു. ദുബ്ബത്തുവിന്റെ അവസാനത്തിലുള്ള തു. ദജാജത്തു എന്നതിലെ അവസാനത്തിലുള്ള താ. ഈ താവിനാണ് ഹർക്കത്തുള്ള താവ് താവുൻ മുതഹദ്ദിക എന്നോ താവുൻ മർബൂത്ത കെട്ടുള്ള താവ് എന്നൊക്കെ പറയുന്നത്. ഇവയാണ് ഈ ഇസ്മിന്റെ സ്ത്രീലിംഗ സൂചന പദം, അലാമത്ത്, അടയാളം. ഹർക്കത്തുള്ള താവ്. ഇത്തരത്തിൽ താവുൻ മുതഹദ്ദിക ചേർന്ന് വരുന്ന ഇസ്മുകൾ എല്ലാം മിക്കവാറും സ്ത്രീലിംഗം ആയിരിക്കും. മുജ്തഹിദത്തു, ദജാജത്തു, ദുബ്ബത്തു, ഖദീജത്തു പോലെ. താഴെ ധാരാളം ഉദാഹരണം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹുജറത്ത്, അമീനത്ത്, സക്കീനത്ത്, ഫാത്തിമത്ത്, നഹ്ലത്ത്, മറീലത്ത്, സിറാഫത്ത്, മുഅല്ലിമത്ത്, മുസ്ലിമത്ത്, തോലിബത്ത്, മലിക്കത്ത്, തിൽമീദത്ത് എന്നിങ്ങനെ. ഇവയെല്ലാം താവുൻ മുതഹദ്ദിക, താവുൻ മർബൂത്ത എന്നറിയപ്പെടുന്ന
സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന ഇസ്മുകളിലെ സ്ത്രീലിംഗ ചിഹ്നങ്ങളാണ്. താവുൻ മുത്തഹദ്ദിക്ക അല്ലെങ്കിൽ താവുൻ മർബൂത്ത എന്നും ഇതിന് പേരുണ്ട്. അടുത്ത 3 ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 5 ഹാസത്ത് ലൈല ജായിസത്തൻ, തശ്തരി സൽമ ഫാക്കിഹത്തൻ, അഹബത്ത് സോറ അൽ കുബ്ര. ഇതിലെ ഫായിലിനെ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ലൈല, സൽമ, സോറ അവയുടെ അന്ത്യത്തിൽ ഹ്രസ്വമായ അലിഫ് ചേർന്ന് വന്നതായി കാണാം. ഇത്തരത്തിലുള്ള സ്ത്രീലിംഗ നാമമാണ് അലിഫുൻ മക്സൂറ എന്ന പേരിൽ അറിയപ്പെടുന്ന നാമങ്ങളിലെ സ്ത്രീലിംഗ ചിഹ്നമായ അലിഫുൻ മക്സൂറ. ഹ്രസ്വമായ അലിഫ് അലിഫുൻ മക്സൂറ. ലൈല, സൽമ, സോറ, നാം സോദ, ഒളുബ, കുബ്ര, ഹുസ്ന ഇവയെല്ലാം നാമങ്ങളിലെ സ്ത്രീലിംഗ ചിഹ്നത്തെ സൂചിപ്പിക്കുന്നു. അകാര സ്വരത്തിലുള്ള ഹ്രസ്വമായ അലിഫ് അലിഫുൻ മക്സൂറ എന്നാണ് ഈ അലിഫിന് പറയുക. ഫതഹിന് ശേഷം വരുന്ന ആ ചെറിയ ദീർഘം ഹ്രസ്വമായ അലിഫ്. ലൈല, സൽമ, സോറ, സോദ, ഒളുബ, കുബ്ര, ഹുസ്ന ഇവയും സ്ത്രീലിംഗ നാമങ്ങളിലെ സ്ത്രീലിംഗ ചിഹ്നങ്ങളാണ്. അടുത്ത 8, 9 ഉദാഹരണങ്ങൾ. ലൊല്ലത്തിൽ അമ്യാഉ അത്വരീഖ, വൃദ്ധക്ക് വഴിതെറ്റി. തുതിയു അസ്മാഉ ഉമ്മഹ, അസ്മ അവളുടെ ഉമ്മയെ അനുസരിക്കുന്നു. ഈ വാചകത്തിൽ ഫായില് അമ്യാ, അസ്മാ ഇവയുടെ അന്ത്യത്തിൽ ദീർഘമുള്ള അലിഫും അതിനുശേഷം ഹംസയും അലിഫും ദീർഘമായ അലിഫും ഹംസയിലും അവസാനിക്കുന്ന ഇത്തരത്തിലുള്ള പദങ്ങൾക്കാണ് അലിഫുൻ മംദൂദ. അസ്മാ, അമ്യാ, സംറാ, ഖലറാ, സർഖാ, ബൈളാ, ഇസ്റാ, ഖുല്യാ, സൊഹറാ, ഹസനാ, ഹംറാ എന്നിങ്ങനെയുള്ള ഈ അലിഫും അലിഫുൻ മംദൂദ ദീർഘമായ അലിഫ്. ഈ അലിഫും നാമങ്ങളിലെ സ്ത്രീലിംഗ ചിഹ്നങ്ങളിൽ പെട്ടതാണ്. അലിഫുൻ മംദൂദ. അലിഫുൻ മംദൂദയിൽ അവസാനിക്കുന്ന നാമങ്ങൾ സ്ത്രീലിംഗമായിരിക്കും. അതുപോലെ അടുത്ത 3 ഉദാഹരണങ്ങൾ നാം ശ്രദ്ധിച്ചാൽ തഅതനി സൈനബു ബിമലാബിസിഹ, റക്കിബത്ത് സുആദു അജലത്തൻ, ഫഹിമത്ത് ഇഹ്സാനു ദർസഹ. തഅതനി സൈനബു ബിമലാബിസിഹ, സൈനബ അവളുടെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു. റക്കിബത്ത് സുആദു അജലത്തൻ, സുആദ് വണ്ടി കയറി. ഫഹിമത്ത് ഇഹ്സാനു ദർസഹ, ഇഹ്സാന അവളുടെ പാഠം മനസ്സിലാക്കി. ഈ വാചകങ്ങളിലെ ഫായിലെ കറുത്ത കളറിൽ അടയാളപ്പെടുത്തിയ സൈനബു, സുആദു, ഇഹ്സാനു ഇവക്ക് താവുൻ മർബൂത്തയോ താവുൽ മുത്തഹദ്ദിക്കയോ അല്ലെങ്കിൽ അലിഫുൻ മക്സൂറയോ അല്ലെങ്കിൽ അലിഫുൻ മംദൂദയോ ഇവയൊന്നുമായി ചേർന്ന് വരുന്നില്ല. ഇത്തരത്തിൽ സ്ത്രീലിംഗ സൂചനകളൊന്നുമില്ലാതെയും സ്ത്രീലിംഗ നാമങ്ങൾ അറബി ഭാഷയിൽ ഉണ്ടാകാം. ഖദ് യകൂനുൽ ഇസ്മുൽ മുഅന്നസു ഖാലിയൻ മിൻ അലാമത്തി തഅനീസി, സ്ത്രീലിംഗ സൂചനകളൊന്നും ഇല്ലാതെയും സ്ത്രീലിംഗ നാമങ്ങൾ ഉണ്ടാകാം. ഈ പാഠത്തിൽ നാം പഠിച്ചത് നാമങ്ങളിലെ സ്ത്രീലിംഗ ചിഹ്നങ്ങളെ സംബന്ധിച്ചാണ്. അവ ഹർക്കത്തുള്ള താവുൻ മുത്തഹദ്ദിക്ക, അതിന് താവുൻ മർബൂത്ത എന്നും പേരുണ്ട്, അല്ലെങ്കിൽ അലിഫുൻ മക്സൂറ ഹ്രസ്വമായ അലിഫ്, അല്ലെങ്കിൽ അലിഫുൻ മംദൂദ ദീർഘമായ അലിഫ്. ഇത്തരത്തിൽ ഈ 3 തരത്തിലാണ് സ്ത്രീലിംഗ നാമങ്ങളിലെ സ്ത്രീലിംഗ ചിഹ്നങ്ങൾ. എന്നാൽ ഈ ഒരു
അടയാളങ്ങളൊന്നും കൂടാതെ തന്നെ, സ്ത്രീലിംഗ സൂചനകളൊന്നും ഇല്ലാതെയും സ്ത്രീലിംഗനാമങ്ങൾ ഉണ്ടാകാം. പാഠഭാഗത്തിന് ശേഷമുള്ള അഭ്യാസത്തിലെ ആൻസറുകൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. അത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ് my videos. See me with the next video. أخوكم الكريم شهيد محسن من بلاد قطر.